ചേർന്ന് ഈ പകലിലായിരിക്കാൻ വലിയവനായി ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കൃതദാസൻ, ഈ പകലില് ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദൈവിക ആലോചന കർത്താവിന്റെ ദാസനിലൂടെ ഈ പകൽക്കാലം നമുക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. ആ വാക്യത്തിൽ ഞാൻ എടുത്ത വാക്യവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ചിലത് നാം മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുക. ചിലത് ഗ്രഹിച്ചിട്ടാണ് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറുവാനിടയായത്. ഈ ദിവസങ്ങളിൽ നാം ചിലത് ഗ്രഹിച്ചിട്ട് ചിലത് മനസ്സിലാക്കിയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക ഉണർവിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിലേക്ക്, പൂർണ്ണമായ ഒരു മറുവിടയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് പകലിൽ ദൈവം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എല്ലാവരെയും നടത്തട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനും ഒരു യാത്രയിലായിരുന്നു. എന്റെയും വളരെ വലിയൊരു സാക്ഷ്യമാണ്. ഞാനിപ്പോൾ എന്റെ ഭവനത്തിലല്ല ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ചർച്ചുകളിലൊക്കെ VBSകളൊക്കെ നടക്കുന്ന സമയമാണ്. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തിരുവല്ലയുടെ ദേശത്ത് ഒരു VBSന് വേണ്ടി അയക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് എന്റെ മോന് ഓടി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മലനടിച്ചു വീണ് തല ബാക്കിൽ ഇടിച്ചു പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് തുടർച്ചയായി ഛർദിലൊക്കെയായി ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനിടയായി. വളരെ ഭാരത്തിലൂടെ ഞാൻ കടന്നുപോയി. എല്ലാ ദൈവദാസനും എനിക്ക് പരിചയമുള്ളതും അപ്പോൾ എനിക്ക് വന്ന എല്ലാ ദൈവദാസന്മാരോടും ഞാൻ വിളിച്ചു പറയുവാനിടയായി. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എങ്കിലും സർവകൃപാലുവായ ദൈവം കുഞ്ഞിന് ഒരു സൗഖ്യം കൊടുത്തു ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. വലിയ പ്രതികൂലങ്ങളൊന്നും കൂടാതെ കർത്താവ് സൗഖ്യമാക്കുവാനിടയായി. ഇന്ന് ദേവദാസൻ തലമുറകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി. വചനം ഇങ്ങനെയാ പറയുന്നത്: അനവധി അനർത്ഥങ്ങളെ കാണുമാറാക്കിയ ദൈവമേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാ. അത് ജീവിതത്തിന്റെ അനുഭവമാ. ഭക്തന്മാരുടെ തലമുറകളെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ തലമുറകളെ ശത്രു തൊടാൻ വരുമ്പോൾ അവിടെയൊക്കെയും പരിപാലിക്കുന്ന ഒരു ദൈവകരം എന്റെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാൻ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിലും അവസരങ്ങളെ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതിന് തലമുറകൾക്ക് വേണ്ടിയാണ്. നാം ഇങ്ങനെ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ തലമുറകളെ കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, അവരെ കൂടെ ഒക്കെ നമ്മോടൊന്ന് ചേർത്ത് ഇരുത്തി ഈ പ്രാർത്ഥനകൾ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അത് വരുന്ന നാളുകളിലൊക്കെ വളരെ പ്രയോജനകരമായി തീരുവാനിടയായി. ഞാനിത് പറയാൻ കാരണം, ഞാൻ എന്റെ മോന് ആക്സിഡന്റ് അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്റെ കുഞ്ഞു തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു: യേശുപ്പൻ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, യേശുപ്പൻ എന്നോട് സംസാരിക്കുക, പപ്പയൊന്നും മിണ്ടാതെ ഇരിക്കെന്ന് പറയുവാനിടയായി. ഞാൻ അപ്പോൾ അവനെ വഴക്ക് പറഞ്ഞു: നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അന്ന് എന്നോട് സംസാരിപ്പാൻ. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ബോധം വന്നപ്പോൾ എന്റെ കുഞ്ഞ് ആദ്യം പറഞ്ഞ വാക്കതാ: അമ്മ പേടിക്കേണ്ട, യേശുപ്പൻ എന്നോട് പറഞ്ഞു എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. 7 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറിയ ചില കഥകൾ അവരുടെ ഉള്ളിലേക്ക് അവൻ എന്നോട് പറഞ്ഞ പദം ഇതാ: 4 ദിവസം മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമുണ്ട്, മരിച്ചിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച യേശു എന്നെയും എഴുന്നേൽപ്പിക്കും എന്ന് പറയുവാനിടയായി. പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളറയിൽ യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനോളം ഒരു മഹാഭാഗ്യം നമുക്കില്ല. ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള അനുഭവത്തിലൂടെയൊക്കെ നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ഞാനും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. സമയങ്ങൾ നമ്മുടെ മുമ്പാകെ വേഗം കടന്നു പോകുക. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽവേളയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദിനവും യേശുവിന്റെ കൂടെ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയൊരുക്കിയല്ലോ. അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോപ്പാ. അതിലുപരിയായ കർത്താവെ, പ്രാർത്ഥനയുടെ ആഴമേറിയ ഒരു മറുപടിയെ കുറിച്ച് ഒരുമിച്ച് സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചില അതിരുകളെ മാറ്റി, ചില അടഞ്ഞ വാതിലുകളെ മാറ്റി ഒരു വിശാലതയിലേക്ക് നടത്തിയ
ചില ഓപ്പണിങ്ങൾ കർത്താവ് കൊടുത്ത ഒരു നല്ല സന്ദേശം അഭിഷിക്തനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. ആ വാഗ്ദത്വങ്ങളെയൊക്കെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽ പിന്നെയും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ വായിക്കപ്പെട്ട തിരുവചനത്തിനായ സ്തോത്രം. അങ്ങ് ഈ വചനത്തെ വാഴ്ത്തണമേ കർത്താവേ. എല്ലാ ദൈവമക്കൾക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തിന് ഈ വചനം കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അധരത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ച വാക്യം ഇപ്രകാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. കാരണം ഗദരദേശത്തേക്ക് യേശു യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ എന്റെ പ്രസംഗം ഗദരദേശത്തെയോ യാത്രയോ അവിടുത്തെ വിടുതലോ ഒന്നുമല്ല. എന്നോട് ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുവാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ 4 ഇതേ സന്ദേശം ആവർത്തിക്കപ്പെടുന്നുണ്ട്. മത്തായിലുണ്ട്, മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്, യോഹന്നാനിലുണ്ട്. 4ഇടത്തും അക്കരെ യാത്രയെക്കുറിച്ചും ഒരു മുന്നേറ്റത്തെക്കുറിച്ചും ഒരു കരകയറ്റത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ഒത്തിരി ദൈവദാസന്മാരിലൂടെ കേട്ട സന്ദേശമാണ്. എന്നാൽ ഇന്ന് പകലും ഞാൻ അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മൈൻഡിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമ്മുടെ കേട്ട ചിന്തകളെ, നമ്മുടെ നിരൂപണങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ദൈവപാദപീഠത്തിലൊന്നായിരിക്കാം. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മെസ്സേജാണ്. ദൈവദാസൻ എനിക്കറിയാം ഉപദേശത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. തന്റെ ജീവിതത്തിൽ താൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞ് ഉപദേശത്തിൽ നടത്താൻ ഏതുവരെയും തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവദാസനാണ്. പലപ്പോഴും എന്നോട് പറയുന്നുണ്ട്, കഥകളൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. എന്നോട് പലപ്പോഴും മെസ്സേജ് കഴിയുമ്പോൾ എന്നോട് പറയും, കഥകളിനോട് ഒരു കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് മനുഷ്യന് മനസ്സിലാക്കാനും ഓർമ്മയിൽ ഇരിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന് എപ്പോഴും എന്നോട് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ മെസ്സേജ് ഒരു ഉപദേശമായി, ഒരു മാതൃകയായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. ദേവദാസൻ പറഞ്ഞ പോലെ ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ത് മറന്നാലും നാം കഥകൾ മറക്കുന്ന വ്യക്തികളല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു കഥ ഇങ്ങനെയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും സൂവിൽ പോയിട്ടുള്ളവരാണ്. സൂയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് സൂയിലെ ഒരു മൃഗശാലയിൽ ഒരു ഒട്ടകവും തന്റെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. നീണ്ട വർഷങ്ങളായിട്ട് അവർ ഈ സൂവിനകത്ത് കിടക്കും. ഒരു ദിവസം ഈ അമ്മയും കുഞ്ഞും ഇങ്ങനെ യാത്ര ചെയ്ത് ആ സൂവിലൂടെ നടക്കുമ്പോൾ എല്ലാ മൃഗങ്ങളെയും അതൊന്ന് നോക്കി, എല്ലാ പക്ഷികളെയും അതൊന്ന് നോക്കി, അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കണ്ടിട്ട് ആ കുഞ്ഞ ഒട്ടകം തന്റെ മാതാവിനോട് ചോദിച്ചു, അമ്മ എനിക്കൊരു കാര്യം അമ്മയോട് ചോദിക്കാനുണ്ട്. എന്താ കുഞ്ഞെ? ചോദിച്ചോളാൻ പറഞ്ഞപ്പോ കുഞ്ഞൊട്ടകം ചോദിച്ചു, എന്താ അമ്മ, മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ നമുക്ക് മാത്രമായിട്ടുള്ളത്? എന്താണ് നമുക്ക് മാത്രം മറ്റു മൃഗങ്ങളിൽ നിന്നും പ്രത്യേകമായി ഇങ്ങനെ ചില സാധ്യതകൾ ഉള്ളത്? അപ്പൊ അമ്മ ചോദിച്ചു, എന്ത് പ്രത്യേകതയാണ് നീ കണ്ടത്? ആ കുഞ്ഞൊട്ടകം മറുപടി പറഞ്ഞു, മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ഒരു വലിയ മുഴ നമ്മുടെ പുറത്തുണ്ട്. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത നീണ്ട കാലുകൾ നമുക്കുണ്ട്. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത നീണ്ട കൺപീലികൾ നമുക്കുണ്ട്. ഞാൻ ഇതിനെല്ലാം നോക്കിയപ്പോൾ മറ്റു മൃഗങ്ങൾക്ക് ഇതൊന്നും ഞാൻ കണ്ടില്ല. എന്താ ഇത് നമുക്ക് മാത്രം ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ ഒട്ടകം ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദൈവം ഇങ്ങനെ ഒരു പ്രത്യേകത തന്നത്, അതിലൂടെ നമുക്ക് ചിലത് നേടിയെടുക്കാനുണ്ട്. അമ്മ ഒന്നിച്ചിങ്ങനെ പറഞ്ഞു, പുറത്ത് തന്നിരിക്കുന്ന ഈ മുഴയുണ്ടല്ലോ, നമ്മുടെ വാസം മരുഭൂമിയിലാകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയണം. അവിടെ വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഈ മുഴയിലാണ് നമ്മുടെ വെള്ളമെല്ലാം സംഭരിച്ചു വെക്കുന്നത്. ഈ മുഴയിൽ വെക്കുന്ന വെള്ളമാണ് പിന്നെ നമുക്ക് ശൂന്യത വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദാഹം വരുമ്പോൾ നാം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ പുറത്തെ ഈ മുഴയിൽ സംഭരിച്ച വെള്ളമാണ്. ഇത് കേട്ടപ്പോൾ ആ കുഞ്ഞിന് വലിയ സന്തോഷമായി. അവർക്കില്ലാത്ത ഒരു
സംഭരണി നമുക്ക് കിട്ടിയല്ലോ. വീണ്ടും ആ അമ്മ ആവർത്തിച്ചു, നമ്മുടെ കൺപീലികൾക്ക് എന്താണ് ഇത്ര നീളമെന്നറിയാമോ? നമ്മുടെ വാസം മരുഭൂമിയിലായതുകൊണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ ഉയർന്നു വരുന്ന മണൽത്തരികൾ നമ്മുടെ കണ്ണിലേക്ക് വീഴാതിരിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കണ്ണിലെ ഈ നീണ്ട കൺപീലി. അത് പ്രതികൂലമായി ആഞ്ഞടിക്കുന്ന ഈ കാറ്റിലൂടെ എഴുന്നേറ്റു വരുന്ന പൊടികളെ നമ്മളിൽ നിന്നും തടഞ്ഞു നിർത്തുവാനിടയാകും. അത് കേട്ടപ്പോൾ കുഞ്ഞൊട്ടകത്തിന് വളരെ സന്തോഷമായി. ആർക്കും മണ്ണിനെ പ്രതികരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങളുടെ കൺപീലികൾക്കും നീളം തന്നു അതിനെ പ്രതികരിക്കുവാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. വീണ്ടും മാതാവ് ആവർത്തിച്ചു, നമ്മുടെ കാലുകൾക്ക് എന്താണെന്നറിയാമോ കുഞ്ഞെ? ഇത്ര വലിയ നീളം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നീളം നമ്മൾ മരുഭൂമിയിലൂടെ ആ മണലിലൂടെ നടക്കുമ്പോൾ ആ മണലിനകത്തേക്ക് നമ്മുടെ കാലുകൾ ആഴ്ന്നു പോയാൽ വീണ്ടും നമുക്ക് ഉയർന്നു കയറണമെങ്കിൽ ഈ നീളമുള്ള കാലുകൾ നമുക്ക് ആവശ്യമാ. ആ കുഞ്ഞു ചിരിച്ചു. ഈ 3 സംഭവവും മാതാവ് പറഞ്ഞപ്പോൾ കുഞ്ഞൊരു നിമിഷം സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഒരു നിമിഷം മൗനമായി നിന്നു. ആ അമ്മ ചോദിച്ചു, എന്താ കുഞ്ഞെ നീ മൗനമായി നിൽക്കുന്നത്? ആ കുഞ്ഞു മറുപടി പറഞ്ഞു, നമുക്ക് ജലം സംഭരിക്കാൻ പുറത്ത് മുഴയുണ്ട്, മരുഭൂമിയിലൂടെ നടന്നു കയറാൻ നീണ്ട കാലുകളുണ്ട്, മരുഭൂമിയിൽ ആഞ്ഞടിക്കുന്ന പൊടിയെ തടുക്കുവാൻ തക്കവണ്ണം നീണ്ട കൺപീലികൾ നമുക്കുണ്ട്. ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മുടെ വാസം നമ്മുടെ കഴിവിനെ പ്രതിരോധിക്കുന്ന ഇടത്തല്ല. ഇപ്പോൾ നമ്മൾ വസിക്കുന്നത് മരുഭൂമിയിലല്ല. നമുക്ക് അവിടെയാണെങ്കിലേ നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്നാണ് അമ്മേ നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ദൈവം നമുക്ക് ഗിഫ്റ്റായി തന്ന ഇതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മരുഭൂമിയിലേക്ക് നമുക്ക് എന്ന് പോകാൻ കഴിയും. ഇന്നീ പകല് ഞാൻ പറയാം, ദൈവം തന്ന പല കഴിവുകളും ഉണ്ടെങ്കിലും നാമൊക്കെയോ എവിടെയോ എന്ന സേഫ് സോണിനകത്തിരിക്കുക. കഴിവുകൾ വെച്ചുകൊണ്ട് എവിടൊക്കെയോ സേഫ് സോണിനകത്തിരിക്കുക. ഇന്നൊട്ടകം നമ്മോട് മൗനമായി പറയുകയാ, തന്ന കൺപീലികളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കൊടുങ്കാറ്റിലേക്ക് യാത്ര ചെയ്യണം. അവിടെയാ നിന്റെ കഴിവ് പുറത്തു വരുന്നത്. തന്ന നീണ്ട കാലുകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു മരുഭൂമിയുടെ ചൂടിലേക്ക് നീ ഇറങ്ങണം. അവിടെയാ നിന്റെ കാലുകളുടെ ബലവും കഴിവും മനസ്സിലാക്കുന്നത്. പുറത്തു നിന്ന മുഴയിൽ സംഭരിച്ച വെള്ളത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ മരുഭൂമിയിലേക്ക് നീയും ഇറങ്ങണം. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, നമുക്ക് തന്ന പല കഴിവുകളും, ദൈവം നമുക്ക് തന്ന പല കൃപകളും, ദൈവം നമുക്ക് തന്ന പല അധികാരങ്ങളും നാം ഇത് ചില്ലുകൂട്ടിനകത്ത് വെച്ച് അതിനെ സേഫ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ തലമുറ നമ്മോട് ചോദിക്കും, എന്താ മാതാവേ, പിതാവേ, ഇതിനെ പ്രയോജനപ്പെടുത്തുന്നവേ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കാതെ പോയത്? ഞാൻ ഇന്ന് പകല് ദൈവമക്കളോട് പറയാം, ചില പ്രതികൂലങ്ങളെ തകർക്കാനല്ല, അവിടെ നിന്റെ കൺപീലികളുടെ കഴിവ് തെളിയിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കാലുകളുടെ കഴിവ് തെളിയിക്കാനാ. നീ സംഭരിച്ചു വെച്ച കൃപാവരങ്ങളുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ ഒരു മരുഭൂമി ജീവിതത്തിൽ ആവശ്യമാ, ഒരു പ്രതികൂലം ജീവിതത്തിൽ ആവശ്യമാ. അതൊക്കെ തട്ടി മാറ്റുമ്പോൾ ഓർത്തുകൊള്ളണം, സേഫ് സോണിൽ ഇരുന്നാൽ ഒട്ടകമേ നിന്റെ കഴിവ് പുറത്തു വരത്തില്ല. Praise the Lord. ഈ ദിവസങ്ങളിൽ നമുക്കതിനെ കണ്ടൊന്ന് പഠിക്കാം. നമുക്ക് ചില മരുഭൂമികൾ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന. ഞാൻ ഇന്നിവിടെ കയറിയപ്പോ ചില ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാ, ചില മരുഭൂമികൾ ദൈവം നിങ്ങൾക്ക് തന്ന അളവറ്റ കൃപയാ. Praise the Lord. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു ചോദിച്ച ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിലേക്ക് ഹാഗാറിനെ ഇറക്കി വിടുന്ന അബ്രഹാം നമുക്കെല്ലാം എന്റെ മെസ്സേജിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പ് ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, മരുഭൂമിയിലേക്ക് ഹാഗാറിനെ ഇറക്കി വിടുന്നതിന് മുമ്പ് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു കൊള്ളണം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, അവിടെ തോളിൽ ഒരു തുരുത്തി വെള്ളവും ആടയുമായിട്ടാ കൊടുത്തു വിടുന്നത്. ആ കൊടുത്തു വിടുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ഒന്ന് നോക്കണം. ആടുമാടുകൾക്ക് കൊടുക്കുവാൻ സമ്പത്തുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് കൊടുക്കുവാൻ സമ്പത്തുള്ളവനാ.
കോടികളും ആയിരങ്ങളും സമ്പത്ത് വീട്ടിനകത്തുള്ളവനാ. പക്ഷെ ഹാഗാറിന് കൊടുക്കാൻ മാത്രം ഒരു തുരുത്തി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിന് കൊടുക്കാൻ അല്പം അട മാത്രമേ ഉള്ളൂ. ഒന്ന് വിളിച്ചു പറയാം, ഹാഗാറെ, ചില അബ്രഹാമിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ കൊട്ടിയടയുമ്പോൾ നീ തിരിഞ്ഞു നോക്കിയാൽ അബ്രഹാമിന് ആടിന് കൊടുക്കാനുണ്ട്, മൃഗജാലങ്ങൾക്ക് കൊടുക്കാനുണ്ട്. എന്നാൽ അവന്റെ വാഗ്ദത്വം വേറെ എനിക്ക് മാത്രം തരാനില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് ആരെങ്കിലും ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, ഹാഗാറെ, മരുഭൂമിയാം നിന്റെ വാഗ്ദത്വം. അബ്രഹാമിന്റെ വീടല്ല, അബ്രഹാമിന്റെ സമ്പന്നതയല്ല, അബ്രഹാമിന്റെ വീടിന്റെ വലിപ്പമല്ല, അബ്രഹാമിന്റെ വീട്ടിലിരിക്കുന്ന സമ്പത്തിന്റെ വലിപ്പമല്ല. മരുഭൂമിയിലേക്ക് നീ ഒന്ന് പോകേണ്ടത് ആവശ്യമാണ്. മരുഭൂമിയിലേക്ക് നീ പോകണം. എന്തിനാ? ഒന്നറിയണം, ഇസ്രായേൽ മക്കൾ 3 ദിവസം ഉഴന്നു നടന്നിട്ടും വെള്ളമില്ലാതെ ഇരുന്ന ഇടത്താ ഹാഗാർ ഒരു വഴി ദൂരം ചെന്നപ്പോൾ ഉറവ തുറക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ചില ഹാഗാറുകൾക്ക് മരുഭൂമിയാ ഉറവിടമായി വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ചില പ്രാർത്ഥനകളെ ഒന്ന് മാറ്റാൻ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു. പ്രതികൂലങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഹാഗാറെ, നീ പോലും അറിയാതെ ഒരു വാഗ്ദത്വം നിന്നെ വിട്ട് അകന്നു പോകുകയാ. ഹാഗാറെ, നീ പോലും അറിയാതെ ചില പ്രതിസന്ധികളിൽ നിന്ന് നിന്നെ വിട്ട് മാറുകയാ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ചില ദിവസങ്ങൾ കൊണ്ട് ഉപവാസത്തോട് ദൈവത്തോട് ചില വിഷയങ്ങൾക്ക് മല്ല് പിടിക്കുന്ന ചിലതുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു. അവരോടായിട്ട് ഞാനൊരു ദൂത് കൈമാറാം. ഒരിക്കൽ യേശു കർത്താവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ചെന്ന് നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി മരിച്ചു എന്നപ്പോൾ അവനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങളുടെ ക്രൂശ് കൊണ്ട് വേണം എന്റെ അടുക്കലേക്ക് വരാൻ. നിങ്ങളുടെ ക്രൂശ്, വചനം അങ്ങനെയാ, തന്നെത്താൻ ക്രൂശ് എടുത്ത് വേണം അവനെ അനുഗമിക്കാൻ. ക്രൂശ് തോളിൽ വെച്ചപ്പോൾ അവന് നടക്കാൻ കഴിയുന്നില്ല. ക്രൂശിന്റെ ഭാരം വലുത്. അവനൊന്ന് തീരുമാനിച്ചു, എന്നെക്കാളിലും നീളമുള്ള കുരിശ എനിക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവനൊരു തീരുമാനമെടുത്തു, 21 ദിവസം ഒന്ന് ഉപവസിച്ചേക്കാം. 21 ദിവസം അവൻ ഉപവസിച്ചു. ദൈവം അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ ഉപവാസത്തിന്റെ വിഷയം എന്താ? അവൻ മറുപടി പറഞ്ഞു, എന്റെ ക്രൂശ് വലിച്ചു മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല, അതിന് ഭാരം വലുതാ. എനിക്ക് മുൻപോട്ട് അതിനെ വലിക്കുമ്പോൾ ആ ക്രൂശിന്റെ 3/4 ഭാഗവും നിലത്തു കിടന്ന് വലിയുക. അതുകൊണ്ട് എനിക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിന്നും മറുപടി ലഭിച്ചു, വിഷമിക്കേണ്ട, നിന്റെ ഉപവാസം ഞാൻ പ്രസാദിച്ചിരിക്കുക, നിന്റെ ക്രൂശിൽ നിന്ന് ഞാൻ വലുപ്പം കുറയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിന്റെ 2 സൈഡിലും നിൽക്കുന്ന കമ്പുകളുടെ പകുതി വെച്ച് മുറിച്ചു. നീളത്തിലിരിക്കുന്ന കമ്പിന്റെ പകുതി മുറിച്ചു, അതിന്റെ നീളം കുറച്ചു. വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെയ്തപ്പോൾ വീണ്ടും അവന് തോന്നി ഇത് ഭാരമാണെന്ന്. അവൻ 7 ദിവസം ഉപവസിക്കാൻ തുടങ്ങി. അവന്റെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയും വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവന്റെ ക്രൂശിന്റെ നീളം കുറച്ചു കൊടുത്തു. അങ്ങനെ പലതവണ അവൻ ഉപവസിച്ചു. അവന്റെ ക്രൂശിന്റെ നീളം കുറഞ്ഞ് അവന് കഴുത്തിൽ കെട്ടിത്തൂക്കാൻ പാകത്തിൽ ആ ക്രൂശ് ചെറുതായി മാറി. അവന് വളരെ സന്തോഷം. എന്റെ ഉപവാസം കൊണ്ട് എന്റെ ക്രൂശിന്റെ ഭാരം എത്രയോ ചെറുതാക്കി കർത്താവ് തന്നു. ഞാൻ വലിക്കേണ്ട എത്ര ഭാരത്തെയാ എന്റെ യേശു കർത്താവ് ഈ ഉപവാസം കൊണ്ട് ചെറുതാക്കും. വളരെ സന്തോഷത്തിൽ അപ്പുറവും ഇപ്പുറമൊക്കെ നോക്കുമ്പോൾ പലരും ക്രൂശ് ഏന്തി വലിച്ച് ഭാരത്തോടെ മുൻപോട്ട് നീങ്ങുന്നു. അവൻ ഉപവസിച്ചത് നിമിത്തം അവന്റെ ക്രൂശിന്റെ ഭാരം കുറഞ്ഞു. ദൈവത്തിൽ മുമ്പോട്ട് ചെന്നു. അങ്ങനെ യാത്ര ചെയ്ത് കുറെ ദൂരം എത്തിയപ്പോൾ അവൻ കണ്ടു, അങ്ങേ കരയ്ക്കൽ യഹോവയായ ദൈവം. അവന് വളരെ സന്തോഷം. ഭാരമേറിയ ഇത്ര പേർ വേച്ചുകൊണ്ട് വരികയാ, എവിടൊക്കെയോ വീണ് വരികയാ. ഞാൻ ഇത്ര ഉപവസിച്ചപ്പോൾ ദൈവം എന്റെ വിഷയത്തെ കൈക്കൊണ്ട്
എന്റെ ക്രൂശിന്റെ ഭാരം കുറച്ചു. അതുകൊണ്ട് ഇതാ എന്റെ ദൈവത്തോട് എനിക്ക് വേഗത്തിൽ അടുക്കുവാൻ കഴിഞ്ഞു. വേഗത്തിൽ അവൻ അടുക്കുവാൻ തുടങ്ങി. അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടത്, യഹോവയായ ദൈവവും അവനും നിൽക്കുന്നതിന്റെ ഇടയിൽ വലിയൊരു വിടവ് കിടക്കുന്നു. അവൻ ഒരു നിമിഷം അവിടെ നിന്നു. അവൻ ചിന്തിച്ചു, ഞാൻ ഉപവസിച്ച് എന്റെ ക്രൂശിന്റെ വലിപ്പം കുറച്ച് ഇവിടെ വരെ എത്തിയില്ലേ, ഇനി അക്കരെ കടക്കാനും ദൈവം എനിക്ക് സഹായമാവും. അവൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് അക്കരെ കിടക്കണം. അവിടെ നിന്നുകൊണ്ട് ഒരു ശബ്ദം ഇങ്ങനെ അവൻ കേട്ടു എന്നാ പറയുന്നത്. കേട്ട ശബ്ദം ഇങ്ങനെയാ, നിനക്ക് ഞാൻ തന്ന ക്രൂശിനെ അക്കരെ കടക്കാനുള്ള പാലമായിട്ട് നീ അക്കരെ കടന്നു വാ. നിനക്ക് ഞാൻ തന്ന ക്രൂശിനെ അക്കരെ കടക്കാനുള്ള പാലമായിട്ടിട്ട് നീ അക്കരെ കടന്നു വാ. നിങ്ങൾ ഓർക്കണം, ബാക്കി വേച്ചും വലിച്ചും വന്നവരൊക്കെ ക്രൂശിനെ പാലമായി വെച്ച് അക്കരെ കടന്നു. ഇതാ ഇവന്റെ ക്രൂശ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നീളം കുറച്ചപ്പോൾ അവൻ അക്കരെ കടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ദൈവമക്കളെ, ചില കഷ്ടങ്ങൾ നിനക്ക് അനുഭവിക്കാൻ അവൻ തന്നതാണെങ്കിൽ ഉപവസിച്ചതിന്റെ നീളം കുറച്ചാൽ ദൈവവും നീയും തമ്മിലുള്ള ബന്ധത്തിനകലം വരികയാ. ചിലത് നാം സഹിച്ചേ മതിയാവൂ, ചിലത് നാം അനുഭവിച്ചേ മതിയാവൂ. അത് ദൈവിക പദ്ധതിയാണെങ്കിൽ ആ മരുഭൂമിയിലൂടെ ആ ക്രൂശുമേന്തി തന്നെ പോകണം. യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്, എനിക്കും നിസാരം പോലെ മാറ്റിക്കളയാമായിരുന്നു, പക്ഷെ എന്റെ നിയോഗം ക്രൂശു വഹിക്കണം എന്നതായതുകൊണ്ട് അവൻ അതിനെ വഹിക്കുവാനിടയായി. ദൈവമക്കളെ, ഞാൻ ഇത് പറയുന്നത് ചിലരുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളിൽ ഉപവാസങ്ങൾ നിർത്താൻ ദൈവാത്മാവ് പറയുന്നു. ചില കഷ്ടം നീ അനുഭവിക്കണോ, ചില പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകണം. അവൻ അനുഭവിക്കുന്ന പൗലോസ് പറയുന്നത്, അനേക കഷ്ടങ്ങളിലൂടെ എനിക്കൊരു മാനപാത്രമായി മാറണം, അനേക കഷ്ടങ്ങളിലൂടെ എനിക്കൊന്ന് തികഞ്ഞു വരണം. കഷ്ടമാണ് ക്രിസ്തീയ ജീവിതത്തെ തികയ്ക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ചില കഷ്ടതയുടെ അനുഭവമാ. അതിനെ സഹിക്കാൻ ചിലർ ഈ ദിവസങ്ങളിൽ തയ്യാറാകണമെന്ന് ഒരു ഉപദേശം പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്, അന്ന് സന്ധ്യയായപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് കുറിച്ചോണം. അന്ന് സന്ധ്യയായപ്പോൾ എന്നത്തെയും കാര്യമല്ല, എടുത്തു പറയുകയാ, അന്ന് സന്ധ്യയായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉള്ളതുപോലെയല്ല. ചില ദിവസങ്ങളിൽ നമ്മുടെ അകത്തളത്തിൽ ഒരു ഇരുട്ട് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തളത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ധ്യയുടെ അനുഭവം. എന്താ സന്ധ്യയുടെ അനുഭവം? നമുക്കറിയാം, വെളിച്ചം മങ്ങിത്തുടങ്ങും, എന്നാൽ ഇരുട്ട് പൂർണ്ണമായി കയറി വരത്തുമില്ല. അല്പം വെളിച്ചവും അല്പം ഇരുട്ടുമായി നിൽക്കുന്ന സാഹചര്യത്തെ നാം വിളിക്കുന്ന പേരാ സന്ധ്യ എന്ന പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും വെളിച്ചമല്ല, എപ്പോഴും ഇരുട്ടല്ല, അതിനും രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അനുഭവമായപ്പോൾ യേശു കർത്താവ് ഒരു ഉപദേശം കൊടുക്കുകയാ. എന്താ ഉപദേശം കൊടുത്തത്? നാം അക്കരയ്ക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തിലും സങ്കടത്തിന്റെയും ഇടയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹത്തിന്റെയും കഷ്ടതയുടെയും ഇടയ്ക്ക്, ആ വാക്കുകളൊന്നും മറന്നു കളയില്ല. സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ വാഗ്ദത്വം കിട്ടിയെന്നല്ല, കഷ്ടതയിൽ ഇരുന്നപ്പോൾ വാഗ്ദത്വം കിട്ടിയെന്നല്ല പറഞ്ഞത്. രണ്ടിന്റെയും ഇടയ്ക്കിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് കൈമാറുക, യേശു കർത്താവ് ഒരു ദൂത് കൈമാറുക, നാം അക്കരയ്ക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് ലഭിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? നിങ്ങളുടെ ചില അനുഭവത്തിനകത്തോ, നിങ്ങളുടെ ചില ഇരുട്ടിനകത്തോ, നിങ്ങളുടെ ചില നെടുവീർപ്പിനകത്തോ നിങ്ങൾക്ക് കിട്ടിയ ഒരു ദൂത, നാം അക്കരയ്ക്ക് പോകാം. നമ്മെ പറഞ്ഞയക്കുകയല്ല, യേശു കർത്താവ് തന്നെ ഒരു ദൂത് പറയുകയാണ്. ഈ ദൂത് പറയുന്നതിന് മുമ്പ് 4-ാം അധ്യായത്തിൽ ദൈവദാസൻ പറഞ്ഞത്, ചിലത് ദൈവമക്കളെ, ചിലത് തന്റെ ശിഷ്യന്മാരെ ദൈവം ഗ്രഹിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഗ്രഹിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത് യേശു കർത്താവ് ഗ്രഹിപ്പിച്ച കാര്യം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, വിതയ്ക്കുന്നവന്റെ ഉപമ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ്
തന്നെ അക്കരയ്ക്ക് വിളിക്കുമ്പോൾ, തന്നോടൊപ്പം ഒരു യാത്രയ്ക്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു കർത്താവ് അവരെ ഒരു നിയോഗം കൈമാറുകയാണ്. അല്ലെങ്കിൽ അവരിലേക്ക് ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം കൊടുക്കുക. എന്താ ഒന്നാമത് കൊടുത്ത ഗ്രാഹ്യം? വിതയ്ക്കുന്നവന്റെ ഉപമ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം വിതയ്ക്കാൻ പോകുകയാ, ഒരു പുതിയ പ്രതലത്തിലേക്ക് ഇടാൻ പോകുകയാ, പുതിയൊരു സാഹചര്യത്തിലേക്ക് വീഴ്ത്താൻ പോകുകയാ. ചിലരോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഈ പ്ലാറ്റ്ഫോമിന്റെ വിരാമം കുറിക്കുമ്പോൾ തമ്പുരാൻ നിങ്ങളെ ചില പുതിയ പ്രതലത്തിലേക്ക് ഇവാഞ്ചലിസ്റ്റ് ജോൺ ഈശോയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസം നിനക്ക് ചില പുതിയ പ്രതലം ഒരുക്കാൻ പോകുകയാ. ഓ, പുതിയ വിള ഭൂമിയിലേക്ക്. ഓ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, പുതിയ വിള ഭൂമിയിലേക്ക് ഒരു വിത്തെറിയുന്നത് പോലെ ചില സാധ്യതകളെ അവൻ പോവുക. ഒരു ദൂത് കൈമാറുകയാ. അപ്പോസ്തലനായ പൗലോസ് ഒരു രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവന്റെ കപ്പലിന് തകരുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ദർശനം കൊടുക്കുക. മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ തന്റെ മുൻപിൽ നിൽക്കുന്നു. അവൻ പറയുന്നു, നിനക്കൊരു സുവിശേഷത്തിന് വിളി വരികയാ, ഒരു മക്കതോന്യ യാത്ര നിനക്ക് വരാൻ പോകുകയാ, ദർശനം ഓർത്തുകൊള്ളണം. ജോണീസിയോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ദർശനം കണ്ടത് പുരുഷത്വമാ, ഒരു മക്കതോന്യ പുരുഷനെയാ. എന്നാൽ യാത്ര ആരംഭിച്ചു നോക്കണം. പൗലോസ് നേരെ ഇറങ്ങിയത് ലൂദിയായുടെ മാനസാന്തരത്തിനു വേണ്ടിയാ. ഓ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ദർശനം നിലനിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് ചില യാത്രകളിലേക്ക്, പുതിയ ചില വേദികളിലേക്ക്, പുതിയ ചില ശുശ്രൂഷകളിലേക്ക്. എന്റെ വിളി ഇതല്ല കർത്താവേ എന്ന് പറഞ്ഞു മാറാനല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ലൂദിയ എന്നോട് സ്ത്രീയുടെ മാനസാന്തരം നിന്റെ കരങ്ങളിലുണ്ട്. അടുത്ത് പറയുന്നു, മഹതിയെ കൊണ്ട് നടന്നവരുടെ മാനസാന്തരം നിന്റെ കരങ്ങളിലുണ്ട്. പുരുഷനെ ദർശനം കണ്ടവന്റെ യാത്ര സ്ത്രീകളുടെ മേലുള്ള ശുശ്രൂഷയിലേക്കാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ദർശനത്തിനപ്പുറമായ ഒരു ശുശ്രൂഷ, നീ കണ്ട വെളിപ്പാടിനപ്പുറമായ ഒരു ശുശ്രൂഷ. ദൈവത്തിന്റെ ആത്മാവ് ആരംഭത്തിലെ പറയുന്നു, പുതിയൊരു പ്രതലം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ പോകുകയാ. ഇന്നലെ നിന്നതിനപ്പുറത്ത് ചില യാത്രകൾ, ചില ശുശ്രൂഷകൾ ദൈവാത്മാവ് ഒരുക്കുന്നുണ്ട്. ഈ ദിനങ്ങളിൽ അവന്റെ വാക്ക് കേട്ടിറങ്ങിക്കൊള്ളുവാൻ, അവന്റെ വാക്കിന് മുമ്പാകെ നിന്നുകൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാധ്യതകളെ നോക്കണ്ട. ഇതാ യേശു കർത്താവ് ആദ്യം പറഞ്ഞു, വിതയ്ക്കുന്നവന്റെ ഉപമ. അവിടെ നിങ്ങൾ വായിച്ചാൽ അറിയാം, പല നിലങ്ങളിൽ വീണ, പല സ്ഥലങ്ങളിൽ വീണ വിത്തുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, നമുക്കറിയാം, എന്റെ ഭാഷയിൽ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയാം, വിതച്ചവന്റെ കുഴപ്പമല്ലേ വേണ്ടാത്തടത്ത് ചെന്ന് വിത്ത് വീണത്. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്നവൻ മര്യാദയ്ക്ക് വിതച്ചിരുന്നെങ്കിൽ. ഇന്നത്തെ ഭാഷയിലൊക്കെ നമ്മൾ പറയുന്ന, ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയുന്ന പദങ്ങളാ. പക്ഷെ യേശു കർത്താവ് നോക്കി, വിതയ്ക്കുന്നവനെ കുറിച്ച് പറഞ്ഞു, വഴിയരികെ പോയതിനെ കുറിച്ച് അവൻ പിന്നെ കരഞ്ഞില്ല. മുള്ളിനിടെ വീണതിനെ കുറിച്ച് അവൻ കരഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞാലും, വെയിൽ വന്നുണക്കിയാലും, പറവ വന്ന് കൊത്തിയാലും എനിക്ക് പ്രശ്നമല്ല. ഒന്നെങ്കിലും നല്ല നിലത്ത് വീണിട്ട്, ഞാൻ ആ കർഷകനോട് ചോദിച്ചു, ഈ ഒന്ന് നല്ല നിലത്ത് വീഴിക്കാനും ബാക്കിയെല്ലാം വഴിയരികെ കൊണ്ടിടാനാണെങ്കിൽ എന്തിനാ വിതച്ചത്? പ്രൈസ് ദി ലോർഡ്. നിന്റെ കൊട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ നിന്റെ ഭണ്ഡാരത്തിനകത്ത് ആ വിത്ത് കിടക്കത്തില്ലായിരുന്നോ? എന്നോട് മൗനമായി കർഷകൻ ഒരു മറുപടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിതച്ച ഒന്നിൽ നിന്നും വഴിയരികെ പോയ 1000-ത്തേക്കാൾ ശ്രേഷ്ഠമായതിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയോ? മുള്ളിനിടെ വീണതിനെ അതിനേക്കാളും ശ്രേഷ്ഠമായത് എന്റെ കയ്യിൽ നിന്നും നല്ല നിലത്തു വീണത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, നീ വിതയ്ക്കുന്നത് എവിടൊക്കെയോ പോയത് നിന്റെ സങ്കടമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നീ വിതച്ചത് എവിടൊക്കെയോ മുള്ളിനിടെ വീണതിന്റെ സങ്കടമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് നശിച്ചു പോയെന്ന ചിന്ത നിനക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇല്ല കുഞ്ഞേ, അതിന്റെ ഇരട്ടിയായി നല്ലതിന്റെ പ്രതിഫലം തരുവാൻ എന്റെ ദൈവത്തിന്റെ കരം വിശ്വസ്തമാ. എന്റെ കർത്താവിന്റെ കരം
വിശ്വസ്തമാ. നീ മടുത്തു പോകണ്ട. നീ വയലിനെ നോക്കണ്ട, മുള്ളിനെ നോക്കണ്ട, കല്ലിനെ നോക്കണ്ട. നിന്റെ ദൗത്യം നീ നിറവേറ്റാൻ തയ്യാറാണെങ്കിൽ ഓ നിലത്ത് വീണ ഒന്നിൽ നിന്നും, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ ചിലരോട് പറയുന്നു, നിലത്ത് വീണ ഒന്നിൽ നിന്നും ശ്രേഷ്ഠമായ നാമ്പുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന കതിരുകളെ തരുവാൻ എനിക്ക് കഴിവുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുക. ചിലതിനെ നോക്കി അനുദമിച്ച് കരയുകയാണ്. ഞാൻ നല്ല ഉപദേശമല്ലേ കൊടുത്തത്, ഞാൻ നല്ല വചനമല്ലേ കൊടുത്തത്, എന്തേ നശിച്ചു പോയത്? കർത്താവ് പറയുന്നു, ഭാരപ്പെടണ്ട, നല്ലതിൽ നിന്നും ചിലതിനെ കൂടെ ഉളവാക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിവുള്ളതാ. യേശു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം നല്ല നിലത്തു വീണ വിത്ത്. അവിടുന്ന് തുടർന്നു വരുമ്പോൾ യേശു അടുത്തൊരു ഉപദേശം കൊടുക്കുകയാണ്. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം. പ്രൈസ് ദി ലോർഡ്. കത്തുന്ന വിളക്ക് എവിടെ ശോഭിക്കണമെന്ന ഒരു ഉപദേശം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കത്തുന്ന വിളക്ക് എവിടെ വെക്കണമെന്ന ഉപദേശം കൊടുക്കുകയാ. മൂന്നാമത് പറയുന്നു, നിറഞ്ഞ കടുകുമണിയുടെ ഒരു ഉപദേശം കൊടുക്കുകയാ. കണ്ടാൽ ചെറുതെങ്കിലും തികഞ്ഞ നിറവുള്ള, തികഞ്ഞ വിശ്വാസമുള്ള ഒരു കടുകുമണിയുടെ ഉപദേശം. നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവരോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിച്ചിരിക്കുന്നു. കർത്താവ് അവരോട് പറയാ, നിങ്ങൾക്കൊരു മർമ്മം നൽകപ്പെട്ടിരിക്കുക. ഈ ഉപമകളിലൂടെ മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ശിഷ്യന്മാർ തന്നെ കേട്ട ഉപമകളെ കുറിച്ചുള്ള വ്യാഖ്യാനം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിനക്ക് കിട്ടിയത് മർമ്മമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കേട്ടവർ പറയുക, ഇപ്പോഴും അതിന്റെ യഥാർത്ഥ മർമ്മം ഞങ്ങൾക്കറിയത്തില്ല. ഇതല്ലേ നമ്മുടെ പലരുടെയും ചിന്ത. ദൈവം മർമ്മം തന്നാലും നാം വ്യാഖ്യാനത്തിന് വേണ്ടി ഓടി നടക്കുക, അതിന്റെ പൂർണ്ണമായ ഒരു മറുപടിക്ക് വേണ്ടി നാം ഓടി നടക്കുക. ഇതോടി നടക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, അതിന്റെ 34-ാം വാക്യം, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായം താൻ കൊടുത്ത നിയോഗങ്ങളെ, താൻ കൊടുത്ത ദൂതുകളെ, താൻ കൊടുത്ത ഉപമകളെ വ്യാഖ്യാനിച്ചത് എന്തുമാണെന്ന് കൃത്യമായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അവരോട് പറഞ്ഞതിന്റെ എല്ലാം ശിഷ്യന്മാർക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ എല്ലാം ക്ലിയറൻസ് ശിഷ്യന്മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തേത്, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ പ്രതിഫലമായ ഭൂമിയിൽ വീഴണം. ഞാൻ ഇങ്ങനെ ആ വാക്കുകളെ കൂട്ടിച്ചേർത്തിട്ട് എന്റെ സന്ദേശത്തിലേക്ക് കയറുക. വിതയ്ക്കുന്ന വിത്തുകൾ നല്ല നിലത്ത് വീണാൽ പിന്നെ അത് കെടാതെ കത്തിക്കൊണ്ടിരിക്കണം. അത് കെട്ടുപോകരുത്, നിരന്തരം കെടാതെ കത്തണം. ദൈവമക്കളോട് ഞാൻ പറയാം, ഒരിക്കൽ വീണിട്ട് ഒരിക്കൽ കത്താനല്ല പറഞ്ഞത്, ഒരിക്കൽ വീണിട്ട് സീസണിൽ കത്താനല്ല പറഞ്ഞത്. സീസണിൽ കത്തിയ ഒരു അത്തിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞ പദം ഇങ്ങനെയാ, സീസണിൽ കത്താൻ വിളിക്കപ്പെട്ടതല്ല അത്തി, നീ എല്ലായ്പ്പോഴും കത്തിക്കൊണ്ട് നിൽക്കണം. ഏത് സമയത്തും ഒരു തലപ്പടം നിനക്കിൽ ഉണ്ടാവണം. അത് നിന്നെ വിളിച്ച വിളിയുടെയും നിന്നെ സൃഷ്ടിച്ച നിയോഗവുമാ. ഇതേ ദൈവവചനം ഇവിടെ പറയുന്നത്. വിത്തും നല്ല നിലത്ത് വീണ വിത്താണെങ്കിൽ നീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ദൈവമക്കളെ, എവിടൊക്കെയോ കെട്ടുപോയ അനുഭവം ഉണ്ടെങ്കിൽ തമ്പുരാൻ പറയുന്നു, എടുത്തോ, അതിനെ തണ്ടിന്മേലൊന്ന് വെച്ച് കത്തിക്ക. തണ്ടിന്മേലിരുന്ന് കത്തുന്ന വിളക്കിനെ നോക്കിയിട്ട് യേശു കർത്താവ് അടുത്ത ഉപമയെ കൂട്ടിച്ചേർക്കുക. തണ്ടിന്മേൽ കത്തിയ വിളക്ക് നിറഞ്ഞ വിശ്വാസത്തോട്, നിറഞ്ഞ പ്രത്യാശയോട്, നിറഞ്ഞ ദൈവവിളിയോട് നിലനിൽക്കുന്ന വിളക്കുകളായി മാറും.
Praise the Lord. Hallelujah. എത്ര ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇതിനകത്തെ ചിലതിനെ നല്ല നിലത്ത് വിത്തിനെ കത്തിച്ചു പുറത്തു കൊണ്ടുവന്ന് തികവുള്ള ഒരു വിശ്വാസത്തിലേക്ക്, നിറവുള്ള ഒരു തേജസ്സിലേക്ക്, പൂർണ്ണതയുള്ള ഒരു ദൈവിക നിയോഗത്തിലേക്ക് ഇന്ന് പകൽ ചിലർ ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഇരമ്യാവ് പറഞ്ഞ അതേ ദൂതൻ കൈമാറുകയാ. ഉയരത്തിന്നൊരു തീ എന്റെ മേൽ വന്നു, അതെന്റെ അസ്ഥികളിന്മേൽ കടന്നു പിടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രിയ സിറിൽ ബ്രദറിനോട് പറയുന്നു, അസ്ഥികളെ കടന്നു പിടിക്കുന്ന ഒരു അഭിഷേകം, പിന്മാറാൻ കഴിയാത്ത ഒരു അധികാരോ, നിന്നെ ഇരുത്താൻ കഴിയാത്ത ഒരു അധികാരം ദൈവാത്മാവ് കൈമാറാൻ പോകുകയാ. എനിക്ക് മാറാൻ പറ്റത്തില്ല, ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയത്തില്ല. അത് കത്തി തുടങ്ങുകയാ. അത് അസ്ഥികളിന്മേൽ കത്തിയിരിക്കുക. അസ്ഥിയിൽ കത്തിയാൽ അടുത്ത ദൗത്യം ഞാൻ ഓടും. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ചില രാജ്യങ്ങളുടെ മേൽ അധികാരം തരുന്ന വിധത്തിൽ ദൈവനിയോഗം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യാത്രയ്ക്ക് നിയോഗമില്ലാത്തതാ പൗലോസേ, നിന്റെ യാത്ര മരണത്തിലേക്കുള്ളതാ. പൗലോസേ, നിന്റെ യാത്ര റോമിലേക്കുള്ളതാ. യാത്രയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പൗലോസിനുണ്ട്. എന്നാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പൗലോസേ, വ്യക്തമായ കാഴ്ചപ്പാടില്ല നിന്റെ യാത്രയെങ്കിലും ഇതാ ഞാൻ നിന്റെ യാത്രയുടെ പങ്കാളിത്തെ തിരിക്കാൻ പോകുകയാ. എവിടേക്ക് തിരിക്കും? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ നിന്റെ ദർശനത്തേക്കുള്ള കാഴ്ചപ്പാടുകൾക്കകത്തു തന്നെ റോമിലെത്തുന്നതിന് മുമ്പ് ഒരു മെലീത്തയിലേക്ക് ഞാൻ പങ്കായം തിരിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്ത ദാസനോട് പറയുന്നു, മെലീത്ത എന്ന പദത്തിന്റെ അർത്ഥം തേൻ ഉൾക്കൊള്ളുക. തേൻ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിലേക്ക് തമ്പുരാൻ നിന്നെ തിരിക്കാൻ പോകുകയാ. തേൻ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മാറ്റി വിരിക്കാൻ പോകുകയാ. മാറാൻ കഴിയാത്ത ചില നിയോഗങ്ങൾ നിന്റെ മേൽ യേശു കർത്താവ് കൈമാറാൻ പോകുകയാ. അഭിഷിക്തനെ ഏറ്റെടുത്തുകൊള്ളുക. ചില യാത്രകളും ദൈവിക പദ്ധതികൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അഭിഷിക്തന്മാരുടെ നടുവിൽ വിവേചന ആത്മാവുമായി ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. പറയാൻ മടിയില്ലാത്ത നിലവാരത്തിൽ ആ തീ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം നമ്മുടെ സമയം കടന്നു പോകുകയാ. വചനം പറയുന്നു, നല്ല നിലത്തു വീണ വിത്തിനെ തമ്പുരാൻ പ്രയോജനപ്പെടുത്തി. അത് കത്തുന്ന വിളക്ക് പോലെ ശോഭിക്കാൻ തുടങ്ങി. ശോഭിച്ചു വന്നത് ഇതാ നിറഞ്ഞ വിശ്വാസത്തിലേക്ക്, തികഞ്ഞ വിശ്വാസത്തിലേക്ക് വന്നു. തികവ് കണ്ടപ്പോൾ യേശു കർത്താവ് ഒരു നിയോഗം കൈമാറുകയാ. തികവ് കണ്ടപ്പോൾ യേശു കർത്താവ് ഒരു ദൂത് കൈമാറുകയാ. ആ തികവിനകത്തു നിൽക്കുന്ന ദൈവമക്കൾ യേശു കർത്താവ് കൈമാറിയ നിയോഗമാണ് പോകാം. പ്രൈസ് ദി ലോർഡ്. നാം അക്കരയ്ക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് ചിലരെ നിറവിനകത്താക്കി, ചിലരെ പൂർണ്ണതയ്ക്കകത്താക്കിയിട്ട്, ചിലരുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് അവനൊരു ദൂത് കൈമാറുക. അക്കരയ്ക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി. ഹല്ലേലൂയ. ചില നിയോഗങ്ങളെ കർത്താവ് കൈമാറുകയാ. ചില പദ്ധതികളെ ദൈവം കൈമാറുക. ഇത്രയും നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് നിയോഗം കൈമാറി. യെസ്, എപ്പോൾ നിയോഗം കൈമാറി? വെളിപ്പാടിന്റെ പൂർണ്ണത കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആ ആരാധനയുടെ പൂർണ്ണത കിട്ടി, വിശ്വാസത്തിന്റെ പൂർണ്ണത കിട്ടി, തണ്ടിന്മേൽ പ്രകാശിക്കുന്നവളായി മാറി, നല്ല നിലത്ത് വീണ പ്രയോജനകരമായ വിത്തായി മാറി. ഇത്രയും നിയോഗത്തിൽ നിൽക്കുന്നവർക്കാണ് യേശു കർത്താവ് ഒരു ദൂത് കൈമാറിയേ. പക്ഷെ അടുത്ത വാക്യം വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ 4 സുവിശേഷങ്ങളിൽ നോക്കിയിട്ടാണ് ഈ വാക്യം തെരഞ്ഞെടുത്തത്. അവിടെ എഴുതിയിരിക്കുന്നു, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി.
ഇവിടെ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പരാജയമാണത്. എന്താ പരാജയം? യേശു കർത്താവ് ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ അക്കരയ്ക്ക് കൊണ്ടുപോകാം. അടുത്ത വാക്യം നിങ്ങൾ നോക്കിക്കേ, പറഞ്ഞ യേശുവിനെ അവര് കൊണ്ടുപോവാ. വാക്യം നന്നായിട്ടൊന്ന് വായിക്കണം. അവൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. ദൂത് പറഞ്ഞ യേശുവാ, കൊണ്ടുപോകേണ്ടതും യേശുവാ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. ദൂത് പറഞ്ഞത് യേശുവാ, അങ്ങനെയെങ്കിൽ കൊണ്ടുപോകേണ്ടത് യേശുവല്ലേ? ഈ ദൂത് പറഞ്ഞ് നിനക്ക് വ്യാഖ്യാനിച്ചു തന്നത്, ആ ഉപമകളെ നിനക്ക് വ്യാഖ്യാനിച്ചു തന്നത്, തണ്ടിന്മേൽ കത്തുന്ന വിളക്കാക്കി നിന്നെ മാറ്റിയത് യേശു കർത്താവല്ലേ? തികഞ്ഞ വിശ്വാസം നിനക്ക് തന്നത് യേശു കർത്താവല്ലേ? ഈ വ്യാഖ്യാന വരം നിനക്ക് തന്നത് യേശു കർത്താവല്ലേ? ഇത്രയും തന്ന യേശുവിന് നിന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂലേ? അകത്തളത്തിൽ വിശ്വാസവും പ്രത്യാശയും ശുശ്രൂഷയൊക്കെ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാവം അങ്ങ് മാറുക. സ്തോത്രം. ഇപ്പൊ യേശുവിനെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാ. ദൈവമക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇഷ്ടപ്പെടുന്നത് പ്രസംഗിക്കാനാണല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. തന്റെ മുമ്പിലേക്ക് വന്നത് ഒന്നാമത്തെ പ്രാസംഗികനായി യോഹന്നാൻ വിളിച്ചത് സർപ്പസന്തതികളെ, അത്രയൊന്നും നമ്മൾ വിളിക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പറയാനുള്ളത് പറഞ്ഞേ നമുക്ക് മുൻപോട്ട് പോയെങ്കിലേ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനം എന്താണെന്നും നമ്മെ കുറിച്ചുള്ള വിളി എന്താണെന്നും ഇപ്പോൾ നാം പോകുന്ന പോക്ക് എന്താണെന്നും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യേശു കർത്താവ് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം. പക്ഷെ പറഞ്ഞ യേശുവിന് പിന്നീട് വോയിസ് ഇല്ലാതായി മാറുകയാ. പിന്നെ യേശു അവിടെ നിശബ്ദനായി മാറുക. വാക്യം വായിച്ചറിയാം, അവൻ ആ പടവിൽ ഉറങ്ങുകയായിരുന്നു. വിളിച്ച ദൈവത്തിന് പിന്നെ വോയിസ് ഇല്ലാതായി മാറുകയാ. വിളിച്ച യേശുവിന് പറഞ്ഞ നിയോഗം തന്നവനെ നിശബ്ദനാക്കി മാറ്റിയ ഒരു സമൂഹം. ഇത് ചെയ്തത് ആരാ? താൻ ഒറ്റ രാത്രി കൊണ്ട് പെരഞ്ഞെടുത്ത, താൻ ഉപവസിച്ച് തന്റെ കൂടെ നടത്തിയ, തന്റെ വെളിപ്പാടുകളെ കൈമാറിയ, തന്റെ ഉപദേശത്തെ കൈമാറിയ ശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗത്തിൽ ഇപ്പോൾ യേശു ഇരുന്ന പാടെ യേശുവിനെ കൊണ്ടങ്ങ് യാത്ര ചെയ്യുക. ദൈവമക്കളെ, അങ്ങനെ എവിടെങ്കിലും ഒക്കെ നിങ്ങൾ യേശുവിനെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മടങ്ങി വരണം. അവനാ ദൂത് പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകാ. അവനാ പറഞ്ഞ നമ്മെ കൊണ്ട് പോകാ. അവനാ പറഞ്ഞത് നമ്മെ അക്കരെ എത്തിക്കാം. എങ്കിൽ യേശുവാകണം നമ്മുടെ മുൻപേ പോകേണ്ടത്. യേശുവാകണം നമ്മയും കൊണ്ട് യാത്ര ചെയ്യേണ്ടത്. ഇവിടെ വചനം പറയുന്നു, അവർ അവനെയും കൊണ്ട് യാത്ര ചെയ്തു. അതിനോട് ചേർത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കണം. ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി, മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ഇത് ഒത്തിരി തവണ വായിച്ചതാ നിങ്ങൾ. പക്ഷെ എനിക്കറിയാം, ഞാനിപ്പോൾ ദൈവാത്മാവെന്നോട് സംസാരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നു, യേശുവിനെ വലിച്ചോണ്ട് പോകുന്ന പടക്, അല്ലെ യേശുവിനെ കൊണ്ടുപോകുന്ന പടകിനെ പുറകെ പോകാൻ ഒരുപാട് പടകുകളുണ്ട്. സ്തോത്രം. മറ്റ് ചെറു പടകുകളും ഉണ്ടായിരുന്നു. യേശു നയിച്ച ഒരു പടക്, അതിന് കുറച്ചു മുമ്പ് നമുക്ക് കാണാൻ പറ്റും. പത്രോസിനെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞവശനായി കടലോരത്തിരുന്ന ഒരു പത്രോസ്. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസ് നീ അങ്ങോട്ട് നിക്ക്. അവിടെ നിയന്ത്രിക്കുന്നത് യേശു കർത്താവാ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിയന്ത്രകൻ യേശു കർത്താവാ. നീ അങ്ങോട്ടെറി, അല്ലെ അങ്ങോട്ട് വല വീശ്. അവിടെ നിയന്ത്രണം യേശു കർത്താവ് എടുത്തപ്പോ നിങ്ങൾ ആ വാക്യം വായിച്ചു കൊടുക്കണം. നിറവ് വന്നപ്പോ പുറകെ പടക് ചെന്നല്ല എഴുതിയത്, അവര് മറ്റു പടകുകളെ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, യേശു നിയന്ത്രിക്കുന്ന പടകിന് പുറകെ പല പടകുകൾക്കും വരാൻ ബുദ്ധിമുട്ടാ. പലരെയും ക്ഷണിച്ചെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ യേശുവിനെയും കൊണ്ടുപോയ പടകിനെ, യേശുവിനെ വലിച്ചോണ്ടുപോയ പടകിന്റെ പുറകെ ഒരുപാട് പടകൾ. ഇന്നത്തെ ആത്മീകം നോക്കിക്കേ, ചില നേതാക്കന്മാരും യേശുവിനെ വലിച്ചോണ്ട് പോകാ. കൂടെ പോകാൻ ചെറു പടകുകളുടെ ഘോഷയാത്രയാ. ചെറു പടകുകൾ പുറകെ പോകുക. യേശു ആ പടകിലുണ്ടല്ലോ. നിയന്ത്രിക്കുന്ന പത്രോസ് ആയാലെന്നാ, പൗലോസ് ആയാലെന്നാ, യാക്കോബായാലെന്നാ, ഞങ്ങൾക്കത് പോയാ മതി. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകല് ഞാൻ ദൈവമക്കളോട് പറയാം, യേശു നിയന്ത്രിക്കുന്ന പടകാണ്, പുറകെ ആരും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ അഭിമാനത്തോടെ പറയാം, പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇത്ര പ്രസംഗിച്ചിട്ടും എന്നെ ആരും വരാത്തെ, എന്താ കർത്താവ് ഇത്ര ഇടിവിൽ നിന്നിട്ട് ഇതുപോലൊക്കെ കടന്നു പോകുന്നത്. എന്നാ കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നടന്ന് 3.5 വർഷം നടത്തിയിട്ട് എന്റെ ക്രൂശ് ചുമക്കാൻ ഒരുത്തൻ പോലും തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുത്തന് പോലും മനസ്സുണ്ടായിരുന്നില്ല. വയലിൽ നിന്ന് കയറി വന്നവന്റെ മഹാകരുണയ ആയിരുന്നു. അങ്ങനെയെങ്കിൽ അവന്റെ അതേ ഉപദേശത്തിൽ പിന്തുടർന്ന് നമ്മുടെ പുറകെ വരാൻ, വിശ്വസ്തയോടെ പുറകെ നടക്കുന്നവന്റെ പുറകെ വരാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ കാര്യസാധ്യത്തിനു വേണ്ടി യേശുവിനെ വലിച്ചോണ്ടു പോകുന്നവന്റെ പുറകെ പോകാൻ ഒരുപാട് പടകുകൾ ഉണ്ടാകാം. ഇന്നത്തെ നമ്മുടെ ആത്മിക ജീവിതം ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ പടകുകളിൽ യേശു നിശബ്ദനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാം, അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞവന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അങ്ങോട്ടുള്ള ഓരോ യാത്രയിലും അവൻ ഉപദേശം കൊണ്ട് ജനത്തെ നിറച്ചേനം. അങ്ങോട്ടുള്ള ഓരോ യാത്രയിലും യേശു കർത്താവ് പലതും നമ്മോട് സംസാരിച്ചേനം. പക്ഷെ അകത്തോട്ട് കയറി നിയന്ത്രണം നാം ഏറ്റെടുത്തപ്പോൾ, ഞാൻ ഇങ്ങനെ പറയാം, നീ നിയന്ത്രണം ഏറ്റെടുത്തെന്നും പറഞ്ഞ് യേശു കർത്താവ് പടക് വിട്ട് ചാടിപ്പോയെന്നൊന്നും എഴുതിയിട്ടില്ല. യേശു കർത്താവ് അവിടെ നിശബ്ദനായിട്ട് നിന്നു. യേശു പറയുന്നു, നിന്നെ ഞാനാ വിളിച്ചിട്ട് പടകിൽ കയറിയത് കൊണ്ട്, ഞാൻ വിളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് നീ നിയന്ത്രണമേറ്റെന്നോ, നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിനെ പോലും പറഞ്ഞ് ഞാൻ പടകിൽ നിന്ന് ഓടത്തൊന്നുമില്ല, പക്ഷെ ഞാൻ പടകുകളിൽ നിശബ്ദനായി നിൽക്കും. ഇന്ന് ദൈവമക്കളെ, നമ്മുടെ പല വിഷയങ്ങൾക്കും മറുപടി കിട്ടാതെ വരുമ്പോൾ നാം പിശാചിനെയല്ലേ ഉത്തരം പറയുന്നത്, പരാതി പറയുന്നത് പിശാചിനെയല്ലേ. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മുടെ പടകുകളിലേക്ക് നാം ഒന്ന് നോക്കണം. എന്റെ യേശു അവിടെ നിശബ്ദനായിരിക്കുകയാണെങ്കിൽ ഇന്ന് പകലിൽ യേശുവിനോട് പറയണം, നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരികെ തരിക, എന്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ തിരികെ തരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും സംശയം തോന്നും. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയാം, വചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ ഇരുന്ന പാടെ അവനെയും കൊണ്ടുപോയി. അങ്ങനെയുള്ള വിളി നിങ്ങൾക്കില്ല. ദൈവം നമ്മെ കൊണ്ടുപോകണം, യേശു കർത്താവ് നമ്മെ കൊണ്ടുപോകണം. കർത്താവ് അതാ പറഞ്ഞു, എന്റെ പിന്നാലെ വരുവിൻ. എന്റെ മുമ്പേ പോകാൻ ആരോടും കർത്താവ് പറഞ്ഞില്ല, എന്റെ പിന്നാലെ വരുവിൻ, എന്റെ പിന്നാലെ വരുവിൻ എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പടകുകളെ നോക്കി നാം ഒന്ന് ശോധന ചെയ്യണം. യേശു കർത്താവ് ഇത്രയും വ്യാഖ്യാനം കൊടുത്തവർ വ്യാഖ്യാനം കിട്ടിയപ്പോഴാണ് യേശുവിനെ വലിച്ചുകൊണ്ട് പോകാൻ തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാഷയിൽ പറഞ്ഞ, ഇത്തിരി വെളിപ്പാട് കൂടിയ പിന്നെ അവരാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി ദർശനം കൂടിയ പിന്നെ അവരാ ദൈവം. ആ കാലഘട്ടത്തിന്റെ പുറകെ പടവുമായിട്ട് പോകല്ലേ, ആ നിലവാരത്തിന്റെ പുറകെ പടവുമായിട്ട് ഓടല്ലേ. ഇന്നെല്ലാം ഞാൻ ഇങ്ങനെ പറയാം, പ്രവചനത്തിന്റെ പുറകെ ഓടുകയാ, പ്രവചനത്തിന്റെ പുറകെ ഓടുകയാ. ദൈവമക്കളെ, ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ഓടാൻ. ഇത് അന്ത്യകാലമാ. വചനം എങ്ങനെ എഴുതിയിരിക്കുന്നത്? കുറച്ച് പേര്, 144 പേരൊക്കെ വരികയുള്ളൂ. അതിനെയൊക്കെ നശിപ്പിക്കാൻ തക്കവണ്ണം ചിലത് യേശുവിനെ വലിച്ചോണ്ട് പോകുകയാ പടകും കൊണ്ട്. അതിന്റെയൊക്കെ പുറകെ പോകുന്നവരായി നാം മാറാതെ വിശുദ്ധിയോടെ വേർപാടോടെ നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ നാം തയ്യാറാകണം. പരിശുദ്ധാത്മാവാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാ പറയുക, അവർ ഇരുന്ന പാടെ പോയി, അവർക്ക് പരസ്പരം സംസാരിക്കുക. യേശുവിന് ഒരു വോയിസും ഇല്ല. എന്റെ ഭാഷയിൽ അവർ സംസാരിച്ചത്, അവർ ഈ പടകിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് അവർ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചൊക്കെ തേടി. ഇപ്പൊ അകത്തിരുന്ന വർത്താനം മുഴുവനും അപ്പത്തെ കുറിച്ചുള്ള സംസാരമാ. ഞാൻ പലപ്പോഴും ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഒത്തിരി കയറുന്ന ഒരു വ്യക്തിയാ. ഞാൻ പ്രാർത്ഥനാ വിഷയം പലതും കേൾക്കാറുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചുരുക്കം പേര് മാത്രമേ തന്നെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന, ബാക്കിയെല്ലാം ഭൗതികമാ, ബാക്കിയെല്ലാം അപ്പവാ, ബാക്കിയെല്ലാം സമ്പന്നതയാ. ഞാൻ ദൈവമക്കളോട് പറയാം, യേശു ഇരുന്ന പടകിനകത്ത് യേശു നിശബ്ദനാകാൻ കാരണമേ ഈ അപ്പമാ. പ്രൈസ് ദി ലോർഡ്. ഈ സമ്പന്നതയാ. നേരെ മറിച്ച് ആത്മികതയെ കുറിച്ച് നീ ഒന്ന് സംസാരിച്ചേ, എന്റെ യേശുവിടെ വാചാലനാകും. യേശു ഒരിക്കലും നിശബ്ദനായിട്ടിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ യേശുവിനെ നിശബ്ദമാക്കുന്ന ഏതൊക്കെയോ അപ്പങ്ങളാ നമ്മുടെ പടകിലെ സംസാരങ്ങൾ. നമ്മുടെ പ്രാർത്ഥനാ രീതികളൊക്കെ ഒന്ന് മാറട്ടെ. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടെന്നെല്ലാം കർത്താവ് തരും. വചനം അങ്ങനെയാ പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അടുത്ത വാക്യം നമ്മളെല്ലാം പറയും എന്നാ,
എല്ലാം കിട്ടും, എല്ലാമല്ല. കർത്താവ് വ്യക്തമായിട്ട് പറയും, അതോടുകൂടി ഇതൊക്കെയും അതിന്റെ മേളിൽ പറയുന്നതൊക്കെ കിട്ടുമെന്നാ പറയുന്നത്. മുൻപേ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഇവിടെ പറയുന്നു, പുരുഷാരം അവനെ വലിച്ചുകൊണ്ടുപോയി തൊട്ടു പുറകെ പടകുകളും അവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന മറ്റു ചെറുപടകളും. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ദൈവമക്കളെ ഓർത്തുകൊള്ളണം, യേശുവിൽ നിന്ന് നിയന്ത്രണം മാറിയാൽ, യേശു പടകിൽ നിശബ്ദനായാൽ, പ്രൈസ് ദി ലോർഡ്, ചുഴലിക്കാറ്റുണ്ടാകുമെന്നല്ല പറയുന്നത്, വലിയ ചുഴലിക്കാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, നിയന്ത്രണത്തിന് എവിടൊക്കെയോ മാറ്റം സംഭവിച്ചാൽ കുഞ്ഞെ, ചില പ്രതികൂലങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ചില പ്രതിസന്ധികളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയി. ദൈവാത്മാവ് ബുദ്ധി ഉപദേശം പോലെ ചിലരോട് പറയാ, നിനക്ക് തന്ന കൃപ അഹങ്കരിക്കാനുള്ളതല്ല, നിനക്ക് തന്ന ദർശനം അഹങ്കരിക്കാനുള്ളതല്ല, നിനക്ക് തന്ന വെളിപ്പാട് അഹങ്കരിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമത്രേ ഓർത്തുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിനും നന്ദി പറയുന്നവരായി മാറണം. അല്ലാതെ അഹങ്കാരം കയറിയ ദൈവമക്കളെ ഞാൻ ഒന്ന് പറയാം, വചനം ഒരുവനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവന്റെ പേരാ ലൂസിഫർ. അവനിൽ ഒരു നിഗളം കയറിയപ്പോഴാ ഇന്ന് ലോക ജനതയെ മുഴുവനും നശിപ്പിക്കുന്നവനായി അവൻ മാറുവാനിടയായത്. അങ്ങനെ ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മളുടെ കൃപാവരങ്ങൾ, നമ്മളിൽ വന്ന ദർശനങ്ങൾ, നമ്മളിൽ വിളഞ്ഞ വിത്തുകൾ, നമ്മളിൽ വന്ന കത്തലുകൾ, നമ്മളിൽ വന്ന തികഞ്ഞ വിശ്വാസങ്ങളൊന്നും നിഗളത്തിന് കാരണമായി മാറില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നാൽ നമ്മുടെ പടകിലേക്ക് വലിയ കാറ്റുകൾ ആഞ്ഞടിക്കുവാനിടയായി തീരും. ഈ ദിവസങ്ങളിൽ ചില ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം തന്ന ദാനത്തെ നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടുക, മറിച്ച് നിഗളത്തെ ചില ജീവിതങ്ങളിൽ നിന്നും മാറ്റാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തീര തള്ളിക്കയറി പടകു മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ചിറങ്ങന് അവർ അവനെ ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ വാക്യം നോക്കിക്കേ. യേശുവിന് അവിടെ സാധ്യതയില്ലെന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് ആദ്യം അവർ തെളിയിച്ചു. അവർ പടക് വലിച്ചു കൊണ്ടുപോയി. അടുത്തത്, അവർക്ക് യേശുവിനോട് സംസാരിക്കാൻ സമയമില്ലാതായി. അവരുടെ പ്രവർത്തികളിലൂടെ തെളിയിച്ചവർ പിന്നീട് അധരത്തിലൂടെ തെളിയിക്കുക, യേശുവിന് ഒരു വോയിസും ഇല്ലെന്ന്. എന്താ പറഞ്ഞത്? പ്രവർത്തികളിലൂടെ വന്നവർ അധരങ്ങളിലൂടെ പറയാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എന്ന ഒരു വ്യക്തിത്വം അവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഞങ്ങൾ എന്ന പദത്തിലേക്ക് വരിക. ഞാൻ ഇങ്ങനെ പറയാം, പടകിൽ യേശുവിനെ തള്ളി മാറ്റിയിരിക്കുക. നാം നശിച്ചു പോകുന്നത്, അല്ലെ നമ്മളെന്ന് പറയുന്നത്, അതേ പദം ഉപയോഗിക്കേണ്ടവർ ഇപ്പോൾ യേശു ഇരിക്കുന്ന അതേ പടകിനകത്തിരുന്നു കൊണ്ട് കുറ്റം പറയുക, ഞങ്ങൾ ചാകുന്നതിൽ, ഞങ്ങൾ നശിക്കുന്നതിൽ, ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നതിൽ, ഞങ്ങൾ ഇങ്ങനെ ഞെരുങ്ങുന്നതിൽ. ഞാൻ പറയാം, നമ്മുടെയൊക്കെ അതരത്തിൽ ഈ പദമില്ലേ കുഞ്ഞെ, നിന്റെ പടകിൽ യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പടകിൽ യേശു ഉണ്ടെന്നുള്ള ബോധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ന പദം ഇന്ന് അധരത്തിൽ നിന്ന് മാറണം. യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ എന്ന പദത്തിലേക്ക് വരണം. ഞങ്ങൾ എന്ന പദം ഉപയോഗിച്ചിട്ട് അവര് പറഞ്ഞ, നിനക്കു വിചാരമില്ലേ? നിയന്ത്രണം മാറിയപ്പോൾ യേശുവിന് നേരെ കയർക്കുന്നവരായി മാറി. നോക്കിക്കേ, ഇന്നത്തെ ആത്മീക ലോകം അതല്ലേ? യേശുവിന്റെ നേരെ കയർക്കുകയല്ലേ? ഇപ്പോൾ വരണം, ഇപ്പൊ ചെയ്യണം, ഇപ്പൊ പ്രവർത്തിക്കണം. ഭാഷകൾക്കൊക്കെ എത്രയോ മാറ്റങ്ങളാ. ദൈവമക്കളെ ഞാൻ പറയാം, ആത്മീക ലോകം ശോധന ചെയ്യപ്പെടേണ്ട കാലഘട്ടമാണ്. ഒത്തിരി ആത്മീക അധപ്പതനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറയാം, ദിനവും യേശുവിന്റെ കൂടെ എന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര്, നമ്മുടെ ജീവിതവും നമ്മുടെ സാക്ഷ്യവും നമ്മുടെ അനുഭവവും അത് തന്നെയാവണം. മറ്റൊരു അനുഭവത്തിലേക്ക് നാം പോകാൻ ഇടവരരുത്. അത് ഇടവരാതിരിക്കണമെങ്കിൽ നമ്മുടെ നിയന്ത്രണം മുഴുവനും യേശുവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞങ്ങൾ എന്ന പദത്തിന്
പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ന പദത്തിനൊക്കെ ശോധന ചെയ്തു വേണം ഉപയോഗിക്കുവാൻ. ഇതാ യേശുവിന്റെ നേരെ കയർത്തിട്ട് പറയുക, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പരാതി പറഞ്ഞു യേശുവിന്റെ വോയിസിനെ, യേശുവിനെതിരെ കയർത്തു തുടങ്ങിയപ്പോൾ യേശു അവിടെ എഴുന്നേറ്റ് നിൽക്കുക. യേശു എഴുന്നേറ്റിട്ട് അടുത്ത വാക്യം, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. എന്റെ പദത്തിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെ വഴക്കു പറഞ്ഞു. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് പറഞ്ഞ മര്യാദയ്ക്ക് ഇരിക്കടാന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാം എന്നെക്കാളിലും വോയിസിൽ നിങ്ങൾ പറയും. ഞാൻ വിളിച്ചു കേട്ടിട്ട് എന്നെ ഇത്ര നേരം നിശബ്ദനായിട്ട് ഇരുത്തിയേച്ച് ഇപ്പൊ കിടന്ന് അലക്കുന്നു, മിണ്ടായിരിക്കടാന്ന് പറഞ്ഞ. നമ്മുടെ റോയ് പാസ്റ്റാണ് 100% പറയും. കാരണം തെറ്റ് കണ്ട മുഖത്ത് നോക്കി പറയുന്ന പാസ്റ്റാണ്. അതെനിക്ക് സന്തോഷമാണ്. അത് പക്ഷെ യേശു കർത്താവിനെ നിങ്ങൾ നോക്കിക്കേ, അവിടെ പോലും അവരോട് പറയുന്നില്ല. യേശു കാറ്റിനോട് പറഞ്ഞു. അപ്പൊ എന്റെ ഭാഷയിൽ നിങ്ങൾ വചനം അങ്ങനെ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യം ഇതാ. ശിഷ്യന്മാർ യേശുവിനോട് സംസാരിക്കാതിരുന്നപ്പോ കാറ്റ് വന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് സംസാരിച്ചോടാന്ന് പറഞ്ഞു. സ്തോത്രം. കാറ്റ് വന്ന് അടിച്ചു കയറിയപ്പോ അയ്യോ എന്ന് വിളിക്കാനെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയല്ലോ. നാഥ എന്ന് വിളിക്കാനെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയല്ലോ. അപ്പൊ കാറ്റിനോട് യേശു വഴക്കു പറയാ, എന്തിനാടാ ഈ അനുസരണം കെട്ടതിനെയൊക്കെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്? സ്തോത്രം. എന്റെ ചിന്താഗതി ഞാൻ പറയാം. കാറ്റ് വന്നിട്ട് ഇപ്പൊ യേശുവിനോട് സംസാരിക്കാൻ ശിഷ്യന്മാരോട് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയും, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേ? ചില കാറ്റുകളല്ലേ ഈ പ്ലാറ്റ്ഫോമിൽ യേശുവിനോട് സംസാരിക്കാൻ നമ്മെ കയറ്റിയത്. സ്തോത്രം, ഹല്ലേലൂയ. ചില കാറ്റുകൾ വന്നത് കൊണ്ടല്ലേ ഈ സമയം വേർതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും മനസ്സുണ്ടായത്. സ്തോത്രം. കാറ്റ് അവന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. ദൈവമക്കളെ, നമ്മൾ അലസരാവരുത്. കാറ്റ് അവന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി, നമ്മൾ മടിയന്മാരാവരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്യേണ്ടത് ഇപ്പൊ കാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പ്രവർത്തിക്കേണ്ടത് ഇപ്പൊ കാറ്റ് ചെയ്യുക. ഇന്ന് പടകിൽ എഴുന്നേറ്റ് പറയണം, കാറ്റ് നിനക്കിവിടെ അവസരമില്ല, വിളി എന്റെ നാക്കരയ്ക്ക് പോകാനുള്ളത്. എനിക്കാണ് നിയോഗം ലഭിച്ചത്. അവിടെ നിന്റെ പ്രവൃത്തിയല്ല നടക്കേണ്ടത്, എന്റെ പ്രവൃത്തിയാ. ചിലർ പടകിൽ ചാടി എഴുന്നേക്കട്ടെ. കാറ്റ് വന്നപ്പോൾ യേശു ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു, കടൽ അമർച്ച ചെയ്തു. അത് ശാന്തമായപ്പോൾ അവിടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 41 വാക്യം വായിക്കുന്നു, അവർ വളരെ ഭയപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. തിര തള്ളിക്കയറി. അവർ അവിടെ എങ്ങും എഴുതിയില്ല, അവർ വളരെ ഭയപ്പെട്ടു. സ്തോത്രം. എന്റെ ചിന്തയിലുള്ള ചിന്ത ഇങ്ങനെ പറയുക, തിര കയറുമ്പോ തിരയോട് പറഞ്ഞാൽ ഒരു പ്രതികരണവും ഇല്ലാത്ത തിര കയറിയപ്പോ പേടിയില്ല. യേശു അടിച്ചു തുടങ്ങിയപ്പോ പേടിയാ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയാം, യേശുവിനെ നിശബ്ദനാക്കി മുമ്പോട്ട് അധികം യാത്ര ചെയ്യാൻ പറ്റത്തില്ല. യേശുവിനെ നിശബ്ദനാക്കി മുൻപോട്ട് അധികം പോകാൻ പറ്റത്തില്ല. കർത്താവിനെ ഭയപ്പെടുത്തുന്ന നിലവാരത്തിൽ, കർത്താവിനെ ഭയപ്പെടുന്ന നിലവാരത്തിൽ അവൻ ചിലരുടെ ജീവിതത്തിൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളോട്, അഭിഷിക്ത ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ കരയണ്ട. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ചിലർ ഭയപ്പെടുന്ന നിലവാരത്തിൽ കർത്താവ് എഴുന്നേക്കാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലതും സംസാരിച്ചു നോക്കി, പലതും പ്രവർത്തിച്ചു നോക്കി, നടക്കുന്നില്ല. കർത്താവ് പറയുന്നു, വേണ്ട വേണ്ട, നീ നിശബ്ദനായിക്കോ, ഞാൻ ശബ്ദിക്കാൻ എഴുന്നേൽക്കാൻ പോവുക. അവിടെ ഏത് അപ്പോസ്തലൻ ഭയപ്പെടണോ, അവൻ ഭയപ്പെടുക തന്നെ ചെയ്യും. സ്ഥാനം കൊണ്ട് വലിപ്പമായിരിക്കാം, പ്രതാപം കൊണ്ട് വലിപ്പമായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലർ ഭയപ്പെടുന്ന നിലവാരത്തിൽ അഭിഷിക്തനെ നിന്റെ മേലുള്ള നിയോഗം ഞാൻ തെളിവാക്കാൻ പോകുകയാ. യേശുവിനേക്കാളും വലിയ സ്ഥാനമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഹെരോദാവിനുണ്ടായിരുന്നത്. യേശുവിനേക്കാളിലും വലിയ സ്ഥാനമാ കയ്യപ്പനുണ്ടായിരുന്നത്. യേശുവിനേക്കാളിലും വലിയ സ്ഥാനമാ പീലാത്തോസിനുണ്ടായിരുന്നത്. എന്നാൽ യേശുവിന്റെ കഷ്ടത്തോട് അനുബന്ധിച്ചു വന്നപ്പോൾ പീലാത്തോസ് പറഞ്ഞു ഒരു പദം ഇങ്ങനെയാ, അവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഭയം കയറി കൈ കഴുകുന്ന
മാറുന്ന ഒരു അനുഭവം ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചില സമ്പന്നന്മാർ, ചില അധികാരത്തിലിരിക്കുന്നവർ ഭയപ്പെടുന്ന നിലവാരത്തിൽ എന്റെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. അത് സാധ്യത നോക്കിയ നടക്കത്തില്ല. തമ്പുരാൻ പറയുന്നു, സാധ്യതയ്ക്ക് വിരോധമായ ഒരു കാറ്റിനെ കൊണ്ട് ഞാനത് സംഭവിപ്പിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്തനോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ചില അഴിയാത്ത ബന്ധനങ്ങളെ അഴിക്കുവാൻ തക്കവണ്ണം ചിലതിനെ നിന്റെ അടുക്കലേക്ക് ഞാൻ പറഞ്ഞയക്കാൻ പോവുകയാ. നീണ്ട വർഷങ്ങൾ കൊണ്ട് തകരാത്ത ചില മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ അഴിച്ചെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരു നിയോഗം. അതോടുകൂടി ചിലർ ഭയപ്പെട്ടു ദൈവത്തെ ആരാധിക്കുന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റം പിരിക്കാൻ പോകുകയാണ്. ഇവിടെ പറയുന്നു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. അടുത്ത പദം ഇവനാ. മക്കളെ, അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്ന പദം ഇവനാ. മറന്നുപോകല്. നല്ല വിളനിലത്തിട്ട് വിളയിപ്പിച്ചവനാ. സ്തോത്രം. തണ്ടിന്മേലിരുത്തി കത്തിച്ചവൻ. സ്തോത്രം. തികഞ്ഞ വിശ്വാസം തന്നവനാ. അക്കരയിലേക്ക് കൊണ്ടുപോയവനാ. പ്രതികൂലങ്ങളെ ജയിപ്പിച്ചവനാ. പക്ഷെ ഇപ്പൊ ചോദിക്ക, ഇവനാ. സ്തോത്രം. നിയന്ത്രണം മാറിയപ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവ് മാറിപ്പോയി. സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിപ്പോയി. ഇപ്പൊ പത്രോസിന് അറിയത്തില്ല ഇവൻ ആരാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ യോഹന്നാൻ അറിയത്തില്ല ഇവൻ ആരാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വചനം പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് നടന്നവനാ യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. മുൻപിൽ വെളിപ്പെട്ടപ്പോ ചോദിക്കുന്നത്, വരുവാനുള്ള മശിഹ നീ തന്നെയോ? പ്രസംഗിക്കുന്ന പലർക്കും യേശുവിന് ആരാണെന്ന് അറിയത്തില്ല. സ്തോത്രം. ഇത് അങ്ങനത്തെ ഒരു കാലഘട്ടമാ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിന് മുമ്പന്മാരാ, പക്ഷെ യേശു ആരാണെന്നറിയത്തില്ല. പടകിൽ മുൻപോട്ട് യേശുവിനെയും കൊണ്ട് ഓടാൻ മുമ്പന്മാരാ. പുറകിൽ കുറെ പടകുകളെയും കൊണ്ട് ഓടാൻ മുമ്പന്മാരാ, പക്ഷെ യേശു ആരാന്നറിയാൻ വയ്യാത്തൊരനുഭവം. ദൈവമക്കളെ, ഞാൻ പറയാം, നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു അനുഭവം വരരുത്. നമുക്ക് ഒത്തിരി മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒത്തിരി ഓടാൻ കഴിഞ്ഞില്ലെങ്കിലും, യേശു ആരെന്ന പൂർണ്ണ അറിവോടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൂർണ്ണ അറിവോടെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് മുൻപേറാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവാത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, നമ്മുടെ നിലവാരങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാൻ, അവൻ ആരെന്ന അറിവോടെ മുന്നേറുവാൻ, അവൻ ആരെന്ന തിരിച്ചറിവോടെ, അവൻ ആരെന്ന ഗ്രാഹ്യത്തോടെ, ചില തിരിച്ചറിവുകളോടെ മുന്നേറാൻ കഴിയണം. യേശു മാത്രമായിരിക്കണം നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. യേശു മാത്രമായിരിക്കണം നമ്മുടെ നായകൻ. അങ്ങനെയെങ്കിൽ നാം തീർച്ചയായും അക്കരെ എത്തുവാനിടയാകും. എന്റെ സമയം കഴിഞ്ഞു. ഓൺലൈനിൽ ഇരിക്കുന്ന പലരും മേളോട്ടൊക്കെ നോക്കണുണ്ട്. ഞാൻ അതിന്റെ സമയത്തെ ഞാൻ നിർത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച വാക്യം, സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. ഞാൻ പറയാം, തിരിച്ചറിവ് കൊടുത്ത യേശു കർത്താവ് അക്കരെ അവരെ എത്തിച്ചു. ഇതുവരെ ചെയ്യാത്ത ഒരു ശുശ്രൂഷ അവരെ കൊണ്ട് ചെയ്യിച്ചു. ഇന്ന് പകലിൽ നാമും ചില തിരിച്ചറിവോടെ മുൻപോട്ട് യാത്ര ചെയ്താൽ ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഇതുവരെ എത്തിപ്പെടാത്ത ചില മേഖലകളെ കരസ്ഥമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം തരും. അതിനായി നമുക്ക് ഒരുമിച്ചൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്